കേരള പോലീസിന്റെ പേര് കളയാനായിട്ട് ചില പോലീസുകാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ ഗ്രേഡ് ASI ഇബ്രാഹിം, അയാളെ ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള യതീഷ് ചന്ദ്ര അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തു. എന്താ കാര്യം എന്നറിയോ? പയ്യാവൂർ പോലീസ് സ്റ്റേഷന്റെ വാതിക്കൽ ഒരു ദിവസം രാത്രിയിൽ നൈറ്റ് പെട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് പോലീസ് ചെക്കിംഗ് നടക്കുകയാണ്. അപ്പോൾ അതുവഴി കോട്ടയം സ്വദേശിയായ ഒരു ചെറുപ്പക്കാരൻ മദ്യപിച്ച് വാഹനം ഓടിച്ചു വന്നപ്പോൾ ചെക്കിങ്ങിൽ മനസ്സിലായി മദ്യപിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് കേസൊന്നും എടുത്തില്ല. ആളുടെ മൊബൈൽ നമ്പർ മേടിച്ചിട്ട് പൊയ്ക്കോളം പറഞ്ഞു. പോയി പിറ്റേ ദിവസം ആ നമ്പറിൽ ഇയാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 14,000 രൂപ അയച്ചു തരണം, ഒരു പകരം ഒരാളെ തലയിലേക്ക് കേസ് നമുക്ക് കെട്ടിവെക്കാം, അയാൾ കോടതി പോയിക്കോളും, അതങ്ങനെ അയാൾക്കുള്ള ചിലവും അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചിലവും എല്ലാം കൂടെ ചേർത്തിട്ട് 14,000 രൂപ തരണമെന്ന് പറഞ്ഞു. ഇയാൾ വെറും മൊണ്ണയാട്ടോ ഈ പോലീസുകാരൻ. അല്ലെങ്കിൽ ആരെങ്കിലും കൈക്കൂലി ഗൂഗിൾ പേ വഴി വാങ്ങിക്കുമോ? എന്നിട്ട് ഇയാൾ ഗൂഗിൾ പേ വഴി ആ കോട്ടയംകാരൻ ചെക്കൻ്റെ അടുത്ത് 14,000 രൂപ മേടിച്ചു. അവൻ എന്ത് ചെയ്തു? ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു. അവരത് അന്വേഷിച്ച് ഇത് കഴമ്പുണ്ട്, സത്യമാണ് ഈ പരാതി എന്ന് മനസ്സിലായി. അപ്പം തന്നെ നടപടിയെടുത്ത് ആളെ സസ്പെൻഡ് ചെയ്തു. ഇങ്ങനെയുള്ള പോലീസുകാരെ ഇനി മേലിൽ ഇതിനകത്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊരു പോലീസുകാരൻ, ഇനി വേറൊരു പോലീസുകാരൻ്റെ അറിയണ്ടേ? ഇതാ കണ്ടോ, വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്നിടത്ത് ക്യാമറ കൊണ്ടുവച്ചിട്ട് ആ വിഷ്വല് പോലീസുകാരികൾക്ക് അയച്ചു കൊടുക്കുന്ന മറ്റൊരു പോലീസുകാരൻ.